വെൽക്കം ടു മഞ്ഞുപോലൊരു ഫാമിലി വ്ലോഗ്സ്. മുമ്പ് പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ആർട്ടിസ്റ്റ് വിഷ്ണുവിനൊപ്പമുള്ള ചിറ്റ് ചാറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പത്തെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും ഞാൻ വിഷ്ണുവായിട്ട് നടത്തിയ ഒരു ചിറ്റ് ചാറ്റ് കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ ഞാൻ ചെയ്തത് ഒത്തിരി സ്നേഹത്തോടെ ചെയ്തതാണ് കേട്ടോ. അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഐ എം സോ സോറി വിഷ്ണു ആക്ച്വലി ഇത് കാണുമെന്ന് പോലും എനിക്കറിയില്ല, കാരണം വിഷ്ണു സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. ഞാൻ സോറി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വിഷ്ണുവിനോടും നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോടാണ്. കുറേ പേര് ഇത് കാണാനായിട്ട് കാത്തിരുന്നിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാണും. എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റി, എനിക്ക് ഈ വീഡിയോസ് ഒന്നും മിസ്സായിരുന്നു. ബട്ട് ഞാനത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റി. സോ ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്ണു ഇതുവരെ വരച്ചുകൊണ്ടിരിക്കുന്ന കുറേ പടങ്ങൾ വിഷ്ണുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഒരുപാട് നല്ല ചിത്രങ്ങളാണ് കേട്ടോ. വിഷ്ണുവിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സ്പോട്ടിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിഷ്ണു വരയ്ക്കും എന്നുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി പ്രൂവ്ഡ് ആണ് അല്ലേ. അപ്പോൾ വിഷ്ണു എങ്ങനെയാണ് വരയ്ക്കുന്നത്, വിഷ്ണുവിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്കറിയണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചിറ്റ് ചാറ്റ് കോൺവെർസേഷൻ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് എൻജോയ് ചെയ്യുന്നു വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വിഷ്ണുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെയുള്ള കലാകാരന്മാരെയാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ സ്നേഹവും സഹകരണവും സന്തോഷവും പ്രാർത്ഥനയും ഒക്കെ എപ്പോഴും വിഷ്ണുവിൻ്റെ ഒപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ചിറ്റാട്ടിലേക്ക് പോകാം. വായോ നമ്മളിപ്പോൾ സെക്കൻഡ് ടൈമാണ് കാണുന്നത് അല്ലേ? ഫസ്റ്റ് ടൈം എവിടെയാണ് കണ്ടെന്ന് ഓർക്കുന്നോ? ഫസ്റ്റ് നമ്മൾ കണ്ടത് വൈറ്റ് ഹബിൽ വെച്ചിട്ടാണ് കണ്ടത്. ഓക്കെ, അത് ഞാൻ ഓഫീസ് വിട്ട് വരുന്ന വഴിക്കാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിഷ്ണുവിനെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പേരൊന്നും അറിയില്ല. എൻ്റെ അടുത്ത് വന്നിരുന്നോട്ടേന്ന് ചോദിച്ചു, ഇരുന്നോളാൻ പറഞ്ഞു. പെട്ടെന്നൊരു പടം വരച്ചു തരട്ടേന്ന് ചോദിച്ചു. അടിപൊളിയായിട്ട് എൻ്റെ പടം വരച്ചു തന്നു. എനിക്ക് ഒരുപാട് ഹാപ്പി ആയി. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത് ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആൾക്കാർ പെട്ടെന്ന് വരച്ചു തരികയെന്ന്. പക്ഷേ എൻ്റെ ലൈഫിൽ അത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സോ നെക്സ്റ്റ് ഡേ തന്നെ ഓഫീസിൽ പോയി എല്ലാവരെയും കാണിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഞാൻ അന്നോട്ട് ഓർക്കാണ് വിഷ്ണുവിനെ ആർക്കെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ വിഷ്ണുവിന് സോഷ്യൽ മീഡിയ പേജ് ഉണ്ടോ ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് അന്ന് അധികം സംസാരിക്കാൻ അധികം സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് വിഷ്ണുവിനെ പറ്റി കൂടുതലായിട്ട് അറിയാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് വീണ്ടും കണ്ടു അല്ലേ? അധികം നിമിത്തം പറയുന്ന പെട്ടെന്ന് നമ്മൾ വീണ്ടും കണ്ടു. അപ്പം വിഷ്ണുവിനെ പറ്റി കൂടുതലായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാനൽ ഒരു കുഞ്ഞു ചാനലാണ് കേട്ടോ, കുറച്ച് പേരൊക്കെ കാണുന്നവരുണ്ട്. അപ്പം കാണുന്നവർക്ക് വേണ്ടി വിഷ്ണുവിനെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ വിഷ്ണുവിനെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ വർക്ക് ശരിക്കും പേര് വിഷ്ണു തന്നെയല്ലേ? എൻ്റെ പേര് വിഷ്ണു. എൻ്റെ സ്വദേശം ചാലക്കുടി സ്വദേശം കൊരട്ടി എന്ന സ്ഥലമാണ്. ഗ്രാമത്തിൽ വന്നത് ചാലക്കുടി രാമങ്കിരി ഗ്രാമഗിരി ഇല്ല, കൊരട്ടി. ഓക്കെ. അവിടെ നിന്നാണ് എൻ്റെ ജനനം ഒക്കെ. ഞാൻ പഠിച്ചത് ചിത്രകല, ഡ്രാമ, പിന്നെ തിയേറ്റർ, പിന്നെ സിനിമ, ആർട്ട് ഡയറക്ടർ ഒക്കെ ചെയ്ത് പ്രകൃതി, പുഴ, കാർഷിക ബന്ധപ്പെട്ട് കൃഷി, സസ്യ ജന്തുക്കളൊക്കെ റിസർച്ച് ചെയ്ത് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. കലാം ബന്ധപ്പെട്ട് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് നമ്മൾ. കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് നമ്മള് അല്ലേ? ഒരു സകലകലാ വല്ലഭനാണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടും എനിക്ക് വിഷ്ണുവിന്റെ ഡ്രോയിങ്സ് ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഞാൻ കണ്ടു ബോധ്യപ്പെട്ട കാര്യം അതാണ്. ശരിയില്ല തൊട്ട് വരയ്ക്കുമായിരുന്നോ അതോ? ഞാൻ കുഞ്ഞിനായിട്ട് ഫസ്റ്റ് പഠിച്ചത് നമ്മളൊരു പുറത്തൊരു ഡ്രോയിങ് ക്യാമ്പ് പോയി കണ്ടപ്പോൾ പിള്ളേർ വരയ്ക്കാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡ്രോയിങ് പഠിക്കാൻ. ഞാനൊരു 2ൽ ഒക്കെ പഠിക്കുന്ന കാലത്താണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരുന്നു. വീട്ടിൽ എന്തെങ്കിലും കരിയോ എന്തെങ്കിലും പെൻസിൽ എടുത്ത് ഡ്രോയിങ് ചെയ്യണോ, ചോക്കെടുത്ത് ഡ്രോയിങ് ചെയ്യണോ ഒക്കെ ചെയ്ത് പഠിച്ച് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്തു, ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിച്ചോ? അതോ എന്തായിരുന്നു പഠിത്തം? പഠിച്ചത് ഇത് ഡിഗ്രി BFA പെയിന്റിങ്, ഡ്രോയിങ്. ഇതിൽ തന്നെയാണ് ഡിഗ്രി എടുത്തത്. ഡിഗ്രിക്ക് എവിടെയാണ് പഠിച്ചേ? ഡിഗ്രി ഞാൻ ഫൈനാൻസ് കോളേജ്, തൃശ്ശൂർ ഫൈനാൻസ് കോളേജിൽ. പിന്നെ തിയേറ്റർ സ്കൂൾ ഡ്രാമയിലൊക്കെ പഠിച്ച്, സ്കൂൾ ഡ്രാമയിലൊക്കെ പഠിച്ച് തിയേറ്റർ, നാടകം, സിനിമ, ആർട്ട് ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം നിലവിൽ. അതെല്ലേ, നിലവിൽ ഇപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇന്നിപ്പം ഇവിടെ വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞത് ഒരു മൂവിയുടെ റിലേറ്റഡ് വർക്കുമായിട്ടാണ് വന്നത് അല്ലേ? അത് വരാൻ പോകുന്ന മൂവിയെ പറ്റി വല്ലതാണോ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതോ? അല്ല, ഇത് ഒരു മീറ്റിംഗ് കൂടിയിട്ടുള്ളൂ. അത് ഷൂട്ടിങ് എന്നാ തീരുമാനിച്ചിട്ട് അപ്പം ജസ്റ്റ് ഒരു മീറ്റിംഗ് കൂടി ഉണ്ട്. അത് നോക്കിയിട്ട് എന്ത് വേണ്ടെന്ന് വെച്ചാൽ കാര്യം ചെയ്തിട്ട് മീറ്റിംഗ് എന്നാ ചെയ്യേണ്ടത് അപ്പം അതനുസരിച്ച് കാര്യം ചെയ്യും. ഓ ശരി. വിഷ്ണു അപ്പം അതിൽ എന്തായിരിക്കും ചെയ്യാന്ന് വെച്ചാൽ ഇതുമായിട്ട് എന്തെങ്കിലും കലയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളായിരിക്കും വിഷ്ണു മൂവിയുടെ? ഞാൻ
ഭൂരിപക്ഷം നമ്മൾ ആർട്ട് സെറ്റിംഗ് ഡിസൈനർ, കോസ്റ്റ്യൂം ഡിസൈനർ, മേക്കപ്പ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. അതെ അല്ലേ? ഓ ശരി ശരി ശരി, ഓക്കെ. അപ്പം ഇങ്ങനെ ഈ ഒരു എനിക്കെന്ന് വെച്ചാൽ അന്ന് സ്പോട്ടിൽ വരച്ചു തന്നാണ്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഇത് വാവയുടെ പിക്ക് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതും സ്പോട്ടിൽ ഇപ്പൊ വിഷ്ണു ഞങ്ങൾക്ക് വരച്ചു തന്നാണ്. അപ്പം ഇങ്ങനെ സ്പോട്ടിൽ വരയ്ക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? സ്പോട്ടിൽ ഞാൻ വരയ്ക്കാൻ ഞാൻ ഡിഗ്രി പഠിക്കാൻ മുന്നിട്ട് ഞാൻ പഠിച്ചാണ് ഡ്രോയിങ്, ലൈവായിട്ട് ഡ്രോയിങ്. പിന്നെ ഇപ്പോൾ പുറത്ത് പോയി കാഴ്ചകളിൽ എൻ്റെ ചെറിയ ഡ്രോയിങ് ബുക്ക് ഉണ്ടാവും. പിന്നെ ബസ് സ്റ്റാൻഡിലോ റവസ്റ്റേഷനിലോ പിന്നെ പൊതു സ്ഥലത്ത് പോയി എന്തെങ്കിലും ഡ്രോയിങ് ചെയ്തിരിക്കും. നമ്മൾ ഓരോ കാഴ്ചയാണ്. അങ്ങനെ തോന്നാനൊരു കാര്യം എന്താ? അല്ല, കാര്യം വെച്ചാൽ നമ്മൾ ഒരു പിക്ചർ നോക്കി ഡ്രോയിങ് ചെയ്ത് ഒരിക്കലും പഠിക്കില്ല. ഒരു ഡ്രോയിങ് കല പഠിക്കില്ല. നമ്മൾ കല പഠിക്കണമെങ്കിൽ ലൈവായിട്ട് ഡ്രോയിങ് ചെയ്യണം. നമ്മൾ പൊതു ഡ്രോയിങ്, പിന്നെ ഈ കാർഷിക കൃഷി, പിന്നെ വയൽ, പാടങ്ങൾ, നെൽപ്പാടങ്ങൾ, പിന്നെ ഓരോ ശില്പങ്ങൾ. അപ്പോൾ ഡ്രോയിങ് ചെയ്ത് പഠിച്ചാൽ നമുക്കൊരു എഫർട്ട് ഉണ്ടാവുള്ളൂ ഡ്രോയിങ്. ശരിക്കും നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ ഉണ്ട്. കാരണം സാധാരണ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കണ്ടു വരയ്ക്കും, അങ്ങനെ ഈ പടങ്ങളൊക്കെ നോക്കി വരയ്ക്കുന്നത്, അങ്ങനെ കേട്ടേക്കുന്നത്. ഇങ്ങനെ വളരെ കുറച്ച് ആൾക്കാരാണ് ലൈവായിട്ട് ഇങ്ങനെ ഇരുന്ന് വരച്ച് നമ്മൾ കാണുന്നത്. അതും നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലാണ്ട് ലൈവായിട്ട് ഞാൻ ആക്ച്വലി വിഷ്ണുവിനെ മാത്രമേ അങ്ങനെ കണ്ടുള്ളൂ സ്പോട്ടിൽ വന്നിരുന്ന് അങ്ങനെ വരയ്ക്കുന്നത്. മുമ്പും ഇതുപോലെ ഹബ്ബിലിരുന്ന് വരച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഞാൻ മുന്നേ വരച്ച് കുറച്ച് മുന്നൊക്കെ വരയ്ക്കാറുണ്ട്. അവിടെ വന്ന് ജസ്റ്റ് ഫ്രീ ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രോയിങ് ചെയ്യും. അറിയാതെ ചിലപ്പോൾ വരയ്ക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ചോദിക്കാണ്ട് നിന്ന് വരയ്ക്കും. വരച്ച് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്, ലൈഫിൽ സന്തോഷം. അവര് ജീവിതത്തിൽ കിട്ടാത്ത ഒരു സന്തോഷമാണ് അവർ കിട്ടുന്നത്. അതെ, ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതാണ് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് അത് ഫീൽ ചെയ്യുക. ശരിക്കും സർപ്രൈസ് ആയിട്ടാണ് അത് തരിക. ഓക്കെ. അപ്പം അങ്ങനെ കംപ്ലീറ്റ് ആവാത്ത പിക്ചേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? കാരണം ബസ് നോക്കിയിരിക്കുന്ന ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ അവർ പെട്ടെന്ന് എണീറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇല്ല, അങ്ങനെ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് സ്കെച്ച് ഇടുള്ളൂ. ജസ്റ്റ് ഷെയ്ഡിങ് ഡ്രോയിങ് നീറ്റായിട്ട് ചെയ്യും. ഡീറ്റെയിൽ ഉള്ള സമയം കൊണ്ട് നീറ്റായിട്ട് ചെയ്യും. പിന്നെ ജസ്റ്റ് ഡ്രോയിങ് ചെയ്യും, പെട്ടെന്ന് ചെയ്യും, അങ്ങനെ വർക്കുകൾ ചെയ്യും. വളരെ സ്പീഡിൽ ചെയ്യും. അതാണ് വിഷ്ണുവിന്റെ ഏറ്റവും വലിയൊരു ഗുണം അല്ലേ? അപ്പം ആൾക്കാർ ഇത് കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? അഭിപ്രായങ്ങൾ പറയും, എങ്ങനെ ചെയ്യുന്ന, എങ്ങനെ പഠിച്ച, എങ്ങനെ കാര്യം വിശേഷം ചോദിക്കും. പിന്നെ ഇങ്ങനെ ഡ്രോയിങ് എങ്ങനെയൊക്കെ ചെയ്ത്, എങ്ങനെ ഡ്രോയിങ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓരോ ഡ്രോയിങ്ങിന് ഒരു അനാട്ടമിയൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് ഇങ്ങനെ പഠിച്ച ഓരോ ഡ്രോയിങ്ങിൻ്റെ ഒരു വ്യത്യാസം മോഡേൺ പെയിൻറ്റിങ് പോലെ എന്നാണ് ഡ്രോയിങ്. ഈ ഒരു ഡ്രോയിങ്സ് അല്ലാതെ വിഷ്ണു എന്തൊക്കെയാണ് ചെയ്യുന്നത്? അല്ല, ഞാൻ ബേസിക്കലി എന്താ വർക്കൊക്കെ ഞാൻ എല്ലാ വർക്ക് ചെയ്യും. ഈ കല്യാണത്തിൻ്റെ ഈവൻ്റ് വർക്ക്, ഡെക്കറേഷൻ വർക്ക്, പിന്നെ സ്റ്റേജ് ഡെക്കറേഷൻ വർക്ക്, പിന്നെ ഓരോ വർക്കുകളൊക്കെ, പിന്നെ സ്റ്റിക്കർ ഡിസൈൻ വർക്ക്, എല്ലാ ഒരു ഡിസൈൻ വർക്കൊക്കെ ഞാൻ ചെയ്യും. ഇവിടെ എറണാകുളത്ത് വന്നിട്ട് എത്ര നാളായി? എറണാകുളത്ത് വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. 2-3 വർഷം. തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്കായിരുന്നു അതോ? തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക്. ഓക്കെ. ഇൻ ബിറ്റ്വീൻ വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഡൽഹിയിൽ, ബാംഗ്ലൂരിലൊക്കെ ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഓൾ ഇന്ത്യ ഓരോ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ എറണാകുളത്തേക്ക് ആയിട്ട് നല്ലോണം കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ആയോ? എറണാകുളത്തൊക്കെ ഒരു കോൺടാക്ട്, പിന്നെ നമ്മൾ സുഹൃത്തുക്കളുണ്ട് ഇഷ്ടമുള്ള, പിന്നെ നമ്മളെ അറിയാനൊക്കെ പിന്നെ ബന്ധപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. വിഷ്ണു പക്ഷേ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത? ഞാൻ ചോദിച്ചിരുന്നു അന്ന്, ഇൻസ്റ്റഗ്രാമിലുണ്ടോ? കാരണം ഇങ്ങനത്തെ ആളുകൾ കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ വിഷ്ണു ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഇതൊന്നും വേണ്ടാന്ന് തോന്നി? അല്ല, ഞാൻ നമ്മൾ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഉപയോഗിച്ചു. നമ്മുടെ സമയം, നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ പോവും. അപ്പോൾ അതിൻ്റെ അടിമവും, പിന്നെ അതിൻ്റെ ഒരു മൈൻഡ് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മളൊരു ഇപ്പോൾ വീട്ടിലിരുന്നെങ്കിലും നോക്കിയിട്ട് പണിക്ക് പോവുക, ജോലിക്ക് പോവുക, അതിൻ്റെ അടിമയെന്നു നമ്മൾ സാധനം ജീവിക്കുന്നത്. നമ്മൾ പണിയെടുത്ത് കാര്യം ചെയ്യുക, പഠിക്കുക, ജോലി ഉണ്ടാക്കുക, കാര്യങ്ങളൊക്കെ. ഫോൺ നമ്മൾ എപ്പോഴും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ടൈം പാസ് നോക്കുക, കാര്യം ചെയ്യുക. വാട്സാപ്പ് പോലും യൂസ് ചെയ്യുന്നില്ല തോന്നുന്നല്ലേ? ഞാൻ ഫേസ്ബുക്ക്, വാട്സപ്പ് ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് നമ്മൾ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അയച്ചാൽ നമ്മൾ ഒന്നിപ്പോൾ നിലവിൽ നേരിട്ടില്ല ഓരോ വർക്ക് ഓരോ പരിപാടിയായിട്ട്. അപ്പോൾ അന്നുവെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അങ്ങനെ കാര്യം ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ വിഷ്ണു, അപ്പം ഇതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ, അപ്പം ഈ വരയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് വിഷ്ണുവിന് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് അവരിന്ന് നമ്മൾ ലൈവായിട്ട് ഡ്രോയിങ് ചെയ്ത് പഠിക്കുക. നമ്മൾ പുറത്ത് കാഴ്ചകളാണത് ഡ്രോയിങ് ചെയ്യുക. ഒരിക്കലും ഫോട്ടോയ്ക്ക് വരച്ച് പഠിക്കരുത്. നമ്മൾ ലൈവായിട്ട് എന്തെങ്കിലും പുറത്തുനിന്ന് കാഴ്ചകൾ, വാഴ, പശു,
പാത്രങ്ങൾ, വണ്ടി, വീട്, കോഴി, താറാവ്, അങ്ങനെ പാമ്പ് അങ്ങനെ കാണുന്നത് ജസ്റ്റ് ഡ്രോയിങ് ചെയ്യുക. നമ്മൾ പ്രകൃതിയിൽ നിന്ന് കാണുന്നു എല്ലാ സാധനങ്ങളും ഡ്രോയിങ് ചെയ്തതാണ് നമ്മളൊരു ഡ്രോയിങ് കല ബന്ധമായിട്ട് അറിയപ്പെടുന്നത്. ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, ക്യാമ്പുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ചെറിയ അത് നമ്മൾ ഓരോ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ സ്കൂളായാലും പൊതു സ്കൂളായാലും അങ്ങനെയൊക്കെ സ്കൂളായിട്ട് പിന്നെ സാധാ ട്യൂഷൻ സെൻ്ററുകളൊക്കെ ഇത് വായനശാല ആ സ്ഥലത്തൊക്കെ ക്യാമ്പുകളൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ഈ എറണാകുളത്തൊക്കെയുള്ള ആരെങ്കിലും ഇതുപോലെ ഡ്രോയിങ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അപ്പം വിഷ്ണു ഇത് പഠിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? അതോ അങ്ങനത്തെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ നിലവിൽ? നിലവിൽ നമ്മൾ കല സഹിക്കുന്ന എല്ലാവർക്കും ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. നമ്മൾ ഡ്രോയിങ് പഠിപ്പിക്കണോ, കല സഹിക്കണോ, കല എങ്ങനെ കൊണ്ടു നടക്കണോ ഒക്കെ നമ്മൾ ഒരുവിധം ബേസിക്കലി നമ്മൾ എല്ലാം പറഞ്ഞു കൊടുക്കും. നമ്മൾ ഡ്രോയിങ്ങിൻ്റെ അനാട്ടമിയെ കുറിച്ച് എല്ലായിടക്കും നമ്മൾ പറഞ്ഞു കൊടുക്കും. അതാണ്. അപ്പം ഡ്രോയിങ്സ് പഠിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷ്ണുവിനെ സമീപിക്കാവുന്നതാണ് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. നമ്മൾ ആരും ആശ്രയിക്കില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എല്ലാവരും ഒന്നിനാണ്. നമ്മൾ കാര്യം ചെയ്യുന്നു, നമ്മൾ ശരിക്കും നമ്മൾ സ്നേഹിച്ച് കാര്യം ചെയ്ത് നമ്മൾ ഡ്രോയിങ് ആണെങ്കിലും കലാബന്ധമായാലും ഏതായാലും നമ്മളിപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലായാലും കൃഷിയിലും എന്ത് തന്നെ നമ്മൾ കാര്യം ചെയ്തു. ഓക്കെ. അപ്പോൾ വിഷ്ണു ഇനിയിപ്പം എങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെ ഇവിടെ കൊച്ചിയിൽ തന്നെ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് കൂടാ, അതോ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ ലൈഫിൽ? കൊച്ചിയിൽ അങ്ങനെയില്ല. നമ്മൾ കുറച്ചാൾ നമ്മൾ ഇതുപോലെ ലൈഫ് ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എബ്രോഡ് പോകാനുള്ള പ്ലാനാണോ? അപ്പം അതിൻ്റെ ഇപ്പം നോക്കുന്നുണ്ട്. പിന്നെ വീട്ടിലത്തെ നമ്മളെ ഒരു അവസ്ഥ നോക്കിയിട്ട് വീട്ടിൽ ഞാനും അമ്മയും, വീട്ടിൽ ഞാനും അമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ ഒരു കൊച്ചുണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛനില്ലാത്തതുകൊണ്ട് നമുക്കൊരു എങ്ങ് പോകാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വീട് വിഷ്ണുവിനൊന്ന് ടേക്ക് കെയർ ചെയ്യണം അല്ലേ? വിഷ്ണു എങ്ങോട്ടെങ്കിലും ലോങ് പോയി കഴിഞ്ഞാൽ അവർ തന്നെയാവില്ലേ? മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. നമ്മൾ വീട് നമ്മൾ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻറ്റ് കേസാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യം ചെയ്താലേ നമുക്ക് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ല മറ്റൊരാൾക്കാർക്കല്ല ജീവിക്കുന്നത്. നമ്മുടെ ഫാമിലി എങ്ങനെ കൊണ്ടുനടക്കണോ അനുസരിച്ച് കാര്യം ജീവിക്കണം. വിഷ്ണു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആക്ച്വലി എനിക്ക് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ നിലവിൽ 28. പ്രായത്തിൽ കവിഞ്ഞൊരു മെച്യൂരിറ്റി ഉള്ളവർ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കലാകാരന്മാർ അങ്ങനെയാണ് തോന്നുന്നല്ലേ? ഓക്കെ. അപ്പോൾ വിഷ്ണുവിന് എന്താ പറയാനുള്ളത്? അപ്പോൾ ഇതുപോലെ എന്താ പറയുക, നമുക്ക് വളരെ എന്താ പറയുക ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സ്പോട്ടിൽ നിങ്ങളിങ്ങനെ ഇതൊക്കെ ചെയ്തു തരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇതുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ. പിന്നെ വിഷ്ണു എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മൾ ഇതുപോലെ നമ്മൾ ബന്ധപ്പെട്ട സുഹൃത്തുക്കളൊക്കെ നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നു, സ്നേഹത്തോട് വരുന്നു, ചായയും ഫുഡിൻ്റെ ഒക്കെ മേടിച്ച് തരാം. നമുക്ക് സന്തോഷമാണ്. നമ്മൾ വേറെ അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരാൾ ആശ്രയിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, ചീത്ത വാക്ക് പറയണോ, തെരു കഴിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാ മനുഷ്യൻ കാര്യം കൊണ്ടുനടക്കുന്നു. അങ്ങനെ നമ്മൾ കാര്യം ഞാൻ ചിത്രകല, കല, സിനിമ, രാഷ്ട്രീയങ്ങളൊക്കെ ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട് ഓരോ കലകൾ സ്നേഹിക്കുന്നു, നമ്മുടെ ഒരു കാര്യങ്ങൾ മുൻകൂട്ടി കാര്യം ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ വിഷ്ണുവിനോട് ആർക്കെങ്കിലും ഇതുപോലെ കലാപരമായിട്ട് വിഷ്ണു ഈ പറഞ്ഞ മേഖലകളിൽ ആർക്കെങ്കിലും വിഷ്ണുവിന് എന്തെങ്കിലും സപ്പോർട്ട് വേണം തോന്നിക്കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് കൊടുക്കാമോ? ധൈര്യമായിട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അവർ കണക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ വരയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലും ആയിക്കോട്ടെ. വിഷ്ണു ഒരുപാട് കല ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഏതൊരു മേഖലയാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിഷ്ണുവിനെ കണക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കണക്ട് ചെയ്യട്ടെ അല്ലേ? അപ്പോൾ വിഷ്ണുവിനെ എല്ലാവരും അറിയട്ടെ, വിഷ്ണുവിൻ്റെ കഴിവുകൾ എല്ലാവരും അറിയട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് വിഷ്ണു. ഇനിയും കാണാം.